He was suit room. എക്സ്ക്യൂസ് മീ സാർ. Excuse me. സാർ അതല്ല ഉദ്ദേശിച്ചത്. സാറ് പറഞ്ഞ എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. എനിക്കൊരു സൂട്ട് റൂം വേണം. ഓഹ് ഐ സി. പ്ലീസ് വെയിറ്റ്. 95 കിലോ ഉണ്ട് വെയിറ്റ് ഇപ്പൊ നിലവിൽ. രാവിലെ തൂക്കിയതാണ്. അല്ല സാറിന്റെ വെയിറ്റ് അല്ലേ വെച്ചത്? പിന്നെ സാറിനൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സാറേ. ഓക്കെ, ഞാൻ ഈ ആഫ്രിക്കയിലെ ഉണ്ടകയിലായിരുന്നല്ലോ. എവിടെ? ആഫ്രിക്കയിലെ ഉണ്ടകയില് ആയിരുന്നു ഞാൻ. ഉഗാണ്ട. ആഫ്രിക്കയിൽ ഉഗാണ്ടയാണല്ലോ. ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നത് എറണാകുളത്താണ്, പഠിച്ചത് കുണ്ടന്നൂര്. അത് കഴിഞ്ഞിട്ടാണ് ഞാന് ഉണ്ടകയിലൊക്കെ പോണത്. അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാളം അങ്ങനെ ഫ്ലുവന്റ് അല്ല. ഇംഗ്ലീഷാണ് ഞാൻ കൂടുതൽ. ഉണ്ടകയിലൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോ ഇംഗ്ലീഷാണ്. ദാറ്റ്സ് വെരി വെരി റൈറ്റ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് യു മീസ്. I don't please what is combined to Madhyama. This is Mangatuparampil പുല്ല് പറയും. മനസ്സിലാക്കണം നിങ്ങൾ. ഈ കവിത ശരിക്കും എഴുതിയിരിക്കുന്ന ആളുടെ പേര് താമരാശൻ അല്ല, രാക്ഷസാക്ഷൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു കവിത എനിക്ക് ഇന്നലെ ആദർശിക കിട്ടി. ഞാനത് ഉടൻ തന്നെ ഒരു ആഴ്ചപ്പതിപ്പിൽ നിന്നും എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിവിടെ ആരംഭിക്കട്ടെ. നെല്ലിക്ക താന്നിക്ക നറു നീണ്ടി കായം പെരും ചീരകം ത്രിപുലാതി ചൂർണം മേമ്പൊടിയാക്കി ഇഞ്ച ചതച്ചതും എരിഞ്ഞിലരച്ചതും മാര്യവേ പിന്നില ഉരുട്ടി ഉഴക്കി കഴഞ്ചാക്കിയതും അടലോടകത്തിനിലയിൽ പൊതിഞ്ഞ് തങ്കഭസ്മ മേമ്പൊടി ചേർത്ത് അരത്തുടം മാർബിൾസ് അറ്റിക്കുറുക്കി 3 നേരം സേവിക്കണം. ഉണക്ക നെല്ലിക്ക ചതച്ചു തളം വെച്ചിടുകിൽ തലയ്ക്ക് തണുപ്പു കിട്ടും, മതിഭ്രമം മാറിക്കിട്ടും എന്ന് മാധവൻ വൈദ്യർ. അയ്യോ, ഇതെനിക്ക് തന്ന കുറിപ്പടിയാണല്ലോ വൈദ്യര്. അസുഖത്തിന് തന്ന. ഞാൻ ഇപ്പുറത്താ കവിത എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോ സമയക്കുറവ് കൊണ്ട് ഞാനത് പിന്നീട് ഒരിക്കൽ പാടാം. ആരോപിക്കാം. നിങ്ങളുടെ മാരീഡ് ആണോ? അല്ല, ഞാൻ എന്റെ ഭാര്യയുടെ ആണ്. മനസ്സിലായില്ല. മേരിയുടെ അല്ല, ഞാൻ ഭാര്യയുടെ. എന്റെ ഭാര്യ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണോ? ഓക്കെ. ഭാര്യ നിങ്ങളോട്ട് പിണങ്ങിപ്പോയല്ലേ? പിണങ്ങിപ്പോയി. എന്തായിരുന്നു കാരണം? ഒരു ദിവസം ഒരു പാട്ട് ഇത് വഴി ഇങ്ങനെ പോയി. അയ്യോ, അവള് പേടിച്ച് അലറി വിളിച്ച് കട്ടിലിന്റെ മൂലയിൽ പോയി ഇങ്ങനെ വിറയ്ക്കുന്നു. അപ്പൊ ഞാൻ ആ പാട്ടിന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാ? നമ്മളെ കണ്ടി പറ്റുന്നില്ലല്ലോ. പറഞ്ഞു തീർച്ചയോട്ടൊന്നും എന്റെ നേരെ ചാടി ഒരു കാറ്റം. ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, എന്റെ നേരെ ഇങ്ങനെ വരരുത്, മൂക്കാമണ്ട ഇടിക്കാൻ പൊട്ടിക്കുന്നു. നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാ. പറഞ്ഞു തീർന്നത് ഒറ്റ ഇടി. അയ്യോ, പിന്നെ ഒരാഴ്ച അവളെ കണ്ടതേ ഇല്ല. ഇറങ്ങിപ്പോയി കാണും. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുവോ? പോയില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ കണ്ണിന്റെ നീരൊക്കെ പറ്റിയപ്പോ അവളെങ്ങനെ മിനുമിനാന്ന് കാണാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാ ഒരു ചൂടല്ലേ ഇത്? എന്തൊരു ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ. ഈ ചൂട് കൂടാനുള്ള കാരണം എന്നാണെന്നറിയോ? ആമസോൺ പാളിക്കകത്ത് ഓട്ട വീണ്. ആകാശത്ത് ആമസോൺ എന്ന് പറയുന്ന പാളി. അതിന്റെ തോട്ട വീണ്. അതെത്ര ചൂടിങ്ങനെ കൂടുന്നത്? അതെ, സത്യം പറയാനുണ്ടല്ലോ, ഈ ചൂടത്തൊക്കെ നല്ല തണുത്ത 2 കുപ്പി കള്ളടിക്കുന്നത്. അതത് ചൂടത്ത് മറ്റടിച്ചുണ്ടല്ലോ, തളർന്നു പോകും. ഭയങ്കര ക്ഷീണം. ഉറങ്ങാൻ പറ്റി. 2 കുപ്പി തണുത്ത കള്ള് ഇങ്ങനെ എടുത്ത് പൂജയ്ക്കകത്ത് കള്ള് കിട്ടുന്നു. ഇപ്പം കുടക്കള്ള് അത് കിട്ടും. അത് കപ്പയൊക്കെ വാങ്ങിച്ചിട്ട് നല്ല വെണ്ണ പോലെ അരിഞ്ഞ കപ്പയ്ക്കകത്തോട്ട് ഇച്ചിരി മീൻചാറ്. ചാറായിട്ട് വേണ്ട, ഒരു തല വാങ്ങിച്ചു വെക്കണം. അല്ല, വാങ്ങിച്ച് മീൻചാറും കൂടെ അതിന്റെ സൈഡ് വെച്ച് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തിന്നണം. അങ്ങനെയാണ് 2 കപ്പ വാങ്ങിച്ചേക്കാം. 2 കപ്പ. നിങ്ങൾക്കൊരു കപ്പ, എനിക്കൊരു കപ്പ. പിന്നെ ഞണ്ട് എല്ലാ ഷാപ്പിൽ ചിലപ്പോ കാണത്തില്ല. കരിമീൻ പൊള്ളിച്ചോണ്ടോ? കരിമീൻ പൊള്ളിച്ചോണോ? അന്നല്ല ഈ പോലെ വാഴയിലേക്കകത്ത് വന്നത്. തുറക്കും, ഒരു മണം ഇങ്ങോട്ട് അടിക്കൂ. അതൊരെണ്ണം വാങ്ങിച്ചേക്കാം. കക്ക ഫ്രൈ. അത് ഞാൻ പറയാൻ മറന്നു. ഒരു കക്ക ഫ്രൈ. വരാല് വറുത്തുണ്ട് ഇപ്പൊ. അല്ല, ഈ പരുവത്തിനുള്ള വരാല് വറുത്തത്. അതേപോലെ കാരി പൊള്ളിച്ചത്. നല്ല വിളഞ്ഞ കാര്യമായിരിക്കണം. ഒരു പീസ് ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്താല് അതൊരു ആ ബെഞ്ചിൽ കരുതി ഇങ്ങനെ ഇരിക്കണം. അതല്ലേ, ഇങ്ങനെ ഇരുന്നങ്ങ് അടിക്കണം. ഓടിപ്പോയി കാശെടുത്ത് നമുക്ക് പോയിട്ട് അടിച്ചു വരാം. ഷാപ്പിൽ പോണ്ടേ? ഇപ്പൊ പറഞ്ഞില്ല വാങ്ങിക്കില്ല. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ പൂച്ചക്കകത്ത് കള്ള് വാങ്ങിക്കണം, മീന്തല് വാങ്ങിക്കണം, കക്കറച്ചി വാങ്ങിക്കണം.